ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ കറുത്തതും വെളുത്തതുമായിട്ടുള്ള റൈസിൻസ് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡേറ്റ്സ്, പിന്നെ നമ്മളുടെ അത്തിപ്പഴം. ഡ്രൈ ഫ്രൂട്ട്സായിട്ട് ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നട്ട്സായിട്ട് ഞാൻ ബദാമും അതുപോലെ കാഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തീ എന്ന് പറയുന്നത് നന്നായിട്ട് കുറക്കാനും പാടില്ല, എന്നാൽ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കാനും പാടില്ല. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ തീ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തീ നല്ലോണം കുറക്കുമ്പം നമ്മളുടെ ഈ ഷുഗർ ഒന്ന് കട്ടിയായി പോവും. അതുപോലെ നല്ലോണം തീ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കുക. കുറച്ച് ടൈം എടുക്കും നമുക്ക് ഈ കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഷുഗർ. അപ്പോൾ ഷുഗറൊക്കെ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി കാരമലായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറക്കാം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനും ഇതിലൊരു കയ്പ്പ് രസം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും ഒരു ഡാർക്ക്നെസ് മതി കേട്ടോ ഇതിന്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കയ്യിൽ തെറിക്കാതെ നോക്കണം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ തന്നെ ഇതൊരു കട്ട പോലെയായിട്ട് മാറും. ഈ ഒരു കാരമലൈസ് ചെയ്ത ഷുഗർ കട്ടയായിട്ട് മാറും കേട്ടോ. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് നന്നായിട്ട് കട്ട പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിപ്പോൾ ഞാനിത് ഇളക്കി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്ലാക്കും വൈറ്റും മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അത് നമുക്കിതിലേക്ക് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നമ്മളുടെ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മളൊരു പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സൊക്കെ കുറച്ച് നാൾ സോക്ക് ചെയ്ത് വെക്കണം. പക്ഷേ നമ്മളിപ്പോൾ സോക്ക് ചെയ്യുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓയിൽ ഈ സമയം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ച ഉടനെ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. കാരണം ഓയിൽ പെട്ടെന്ന് ഇതുമായിട്ട് മിക്സ് ആവില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു മിക്സിങ്ങിലൂടെ ഈ ഓയിലും നമ്മളുടെ ഈ കാരമൽ സിറപ്പും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരും കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും പിന്നെ 3/4 ടീസ്പൂണോളം പട്ട പൊടിച്ചതും ഇതെല്ലാം കൂടി നമുക്ക് അരിച്ചിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ടേക്ക് മാറ്റാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സിൻ്റെ മിക്സ്, അതിലേക്ക് നമ്മളിപ്പം ലൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ജാമിൻ്റെ മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് എഗ്ഗ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടികൾ 2-3 തവണകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ടിന്നിൽ നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി ടിന്നിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ അടിയിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് നമുക്ക് നമ്മളുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 170 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ബേക്കിംഗ് ടൈം എന്ന് വെച്ചാൽ ഓരോ ഓവണിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ, കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് കേക്ക് റെഡി ആണോ എന്നൊന്ന് എന്തെങ്കിലും സ്റ്റിക്ക് കുത്തിയിട്ട് നോക്കാം. എന്നിട്ട് കേക്ക് റെഡി ആയില്ലെങ്കിൽ അതനുസരിച്ച്
വീണ്ടും ടൈമർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് ഉണ്ട്, അത് വെച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ ബേക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വലുപ്പമുള്ള ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്. നമ്മളെപ്പോഴും ബേക്ക് ചെയ്യുമ്പം നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വേണം കേക്കിന്. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ചെറിയ ടിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ ടിന്ന് എടുത്തത് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് ചെറിയ ടിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും കേട്ടോ ഇതിന്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുന്നതാണ് കേട്ടോ. അത് പ്ലം കേക്ക് എന്നല്ല, അതെല്ലാ കേക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്ലം കേക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിലിട്ട ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി അതിൽ ഇറങ്ങിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും ബൈ.